സിബിനെ എനിക്ക് കണ്ണെടുത്തു കഴിഞ്ഞാൽ കണ്ടുകൂടാ എന്ന് ജാസ്മിൻ ലൈവിൽ ഇപ്പോൾ പറഞ്ഞു. അതിനുള്ള വ്യക്തമായിട്ടുള്ള റീസണും പറഞ്ഞു. എന്താണ് ആ റീസൺ? ഒരു ടാസ്ക് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തു. അഭിഷേകും ഋഷിയും ജയിച്ചു. സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക് ആണോ? ഇത്തിരി ബുദ്ധിമുട്ടാണത്. നമ്മുടെ ബോക്സിലൊക്കെ കളിക്കുന്ന നിസ്സാരമായിട്ടുള്ള ഒരു ടാസ്ക് 2 പേർക്കും കൂടെ കൊടുത്ത് 4 ടീമായിട്ട് തിരിച്ചപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷേ ഈ ടാസ്ക് ഒക്കെ സാധാരണ കൊടുക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന് കാണും. പക്ഷേ ഇപ്പോൾ കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, അയ്യോ ടിക്കറ്റ് ഫിനാലെയൊക്കെ കഴിഞ്ഞ് ഇനി എന്തോന്ന്, ഇനിയുള്ളത് പണപ്പെട്ടി അല്ലെങ്കിൽ എക്സ് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി, വേറെ ഒന്നും ഇവിടെ ഇല്ല, കൊള്ളൂല. ആ മൈൻഡാണ് എനിക്ക് പെട്ടെന്ന് പോയത്. സിബിനെ എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇഷ്ടമല്ല, സിബിൻ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ജാസ്മിൻ തുറന്ന് പറയുന്നുണ്ട്. എന്താണ് ലൈവിൽ നടക്കുന്നത്? ലൈവ് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അങ്ങനെ ലൈവിൽ ആദ്യം നമ്മുടെ ജിൻഡോയുടെയും ജാസ്മിൻ്റെയൊക്കെ അടിയൊക്കെ കഴിഞ്ഞ് ശാന്തമായിട്ടിരിക്കുമ്പം ആ റൂമിൽ ജിൻഡോ ഉണ്ട്, അഭിഷേക് ഉണ്ട്, ഋഷിയുണ്ട്, ജാസ്മിനുണ്ട്. ജാസ്മിൻ പറഞ്ഞു തുടങ്ങിയാണ്, അതായത് നമ്മളിവിടെ നിൽക്കുമ്പോൾ അത് പുറമേ നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം എന്നൊരു ലെവലിലാണ് പറയുന്നത്. എന്നിട്ട് അത് ഉദാഹരണത്തിന് ഇപ്പോൾ അൻസിബെ പറയുകയാണെങ്കിൽ അൻസിബ ഇവിടെ നിന്നപ്പോൾ ആരടുത്ത് മിണ്ടുന്നില്ല, ഋഷി അടുത്ത് മാത്രം മിണ്ടുന്നു. അപ്പോൾ അത് പുറത്ത് പോകുമ്പോൾ അതിങ്ങനെ അധികം ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ നിൽക്കും. അപ്പോൾ ഋഷി എൻ്റെ അൻസിബെ പറയാൻ പറ്റത്തില്ല, നീ അൻസിബെ പറയണ്ട, നീ പറയണ്ട, അങ്ങനെ ഒരു തേങ്ങയില്ല. അങ്ങനെ ഒരു ഋഷി ഇങ്ങനെയാണ്, അങ്ങനെ ഒരു ജാസ്മിൻ ഇത്രേ പറഞ്ഞോളൂ, അങ്ങനെ ഒരു തേങ്ങയും ഇല്ല, കേട്ടല്ലോ. പിന്നെ അൻസിബെ പറയണ്ട, അൻസിബയ്ക്ക് അൻസിബയായിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ. നീ അൻസിബെ പറയണ്ട. അൻസിബ അതാണ്, അൻസിബയ്ക്ക് പുറത്തുള്ള ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അൻസിബ മുഖം മൂടി അണിഞ്ഞിവിടെ പലരെ പോലെ നിന്നിട്ടില്ല. അൻസിബയ്ക്ക് അത് വേണ്ട, അൻസിബയായിരുന്നു. അപ്പോൾ അഭിഷേക് അവൾ അങ്ങനെ ആയിരുന്നു, കാരണം ഋഷി പറഞ്ഞില്ല, അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവൾ എങ്ങനെയായിരുന്നു, അവൾ ഒറിജിനലാണ്. അപ്പോൾ ജാസ്മിൻ, എൻ്റെ പൊന്ന് ഋഷി, ഞാൻ അൻസിബയുടെ കാര്യമല്ല പറഞ്ഞത്, ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ നിൽക്കുമ്പോൾ പുറത്ത് നമ്മൾ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു ലെവലാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ നിൽക്കുന്നെന്നോ അവൾ അങ്ങനെ നിൽക്കുന്നെന്നോ നീ അങ്ങനെ നിൽക്കുന്നെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഓഹോ, നീ അങ്ങനെ ഒന്നും പറയണ്ട, നീ അൻസിബെ പറയണ്ട. നീ അൻസിബെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, നിനക്ക് അൻസിബെ ഒന്നും പറയാനുള്ള അവകാശമില്ല, നീ അൻസിബെ ഒന്നും പറയണ്ട. ഋഷി ഇങ്ങനെ പറയുകയാണേ, ഇങ്ങനെ. അപ്പോൾ ജാസ്മിൻ, എൻ്റെ പൊന്ന് ഋഷി, ഞാൻ അൻസിബെ അല്ല പറഞ്ഞത്. ഉദാഹരണത്തിന് ഞാൻ എന്നെ പറയാം, ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനായിട്ട് നിൽക്കാതെ വേറൊരു പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ നമുക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ള ലെവലാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് അൻസിബെ എടുത്തതെന്നുള്ള ഋഷി വേണ്ട, അൻസിബെ പറയണ്ട, എങ്കിൽ ഞാൻ ചോദിക്കും, നീ വേറെ ആരെ വേണോച്ചാ പറഞ്ഞോ, അൻസിബെ പറയണ്ട. വീണ്ടും ഋഷി അതിൽ നിന്ന് വിടണില്ല. അപ്പോൾ ആ ടോപ്പിക്ക് കഴിയുന്നു. ആ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറയാണ്, ഞാനിവിടെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഞാൻ ഒത്തിരി അനുഭവിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറയല്ല, ഞാൻ ചിലരടുത്ത് ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയി അങ്ങ് തണുക്കും. ഞാൻ അവരോട് പോയി വിടും. ഇപ്പോൾ ഇതിൻ്റെ കാരടുത്ത് ഞാൻ പോയി കുറച്ച് കഴിഞ്ഞ് മിണ്ടും, നിൻ്റെ അടുത്ത് അടക്കൊണ്ടാക്കാന്ന് ഞാൻ മിണ്ടും. പക്ഷെ ഞാൻ അങ്ങനെ പോവാത്ത, ഞാൻ വെറുത്ത ഒരാളുണ്ട് ഈ വീട്ടിൽ. അതാര്? അത് സിബിനോട് സിബിനെ എനിക്ക് കണ്ണെടുത്ത് കഴിഞ്ഞാൽ കണ്ടുകൂടാ. അതിൻ്റെ കാര്യം എന്താണ്? അപ്പം ജാസ്മിൻ പറയുന്നു, അതിവിടെ 6 വൈൽഡ് കാർഡ് നീ ഉൾപ്പെടെ കയറി വന്നു അഭിഷേക്. നിങ്ങൾക്ക് എന്താണ് ഈ വീടിനകത്ത് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പം നിങ്ങൾക്ക് പ്രേക്ഷകർ ആരെയാണോ വെറുക്കുന്നത് അവർക്ക് എഗെയിൻസ്റ്റ് കളിക്കാനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു മനുഷ്യനെ പറയാന്നുള്ളതിൻ്റെ അപ്പുറം അത്രയും പറഞ്ഞ് നീ എൻ്റെ അടുത്ത് സായി ആദ്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡൗൺ ആയിരിക്കുമായിരുന്നു, നീ പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ പറഞ്ഞതിനേക്കാളും അപ്പുറമായിട്ട് സിബിൻ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അടുത്തിരുന്ന് നിനക്കൊരു തുള്ളി വൃത്തിയില്ലാത്ത സാധനം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീല് അത് വളരെ വലുതാണ്. മാത്രമല്ല, ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ സിബിൻ, നീ അങ്ങനെ ചെയ്തിട്ടാണടി, നീ ഇങ്ങനെ ചെയ്തിട്ടാണടി, ഇങ്ങനെ നിൻ്റെ മെലോ ഡ്രാമയാണിത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് അവൻ ഹറാസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം ഋഷി അത് അവൻ അങ്ങനെ ആയിരിക്കും പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ജാസ്മിൻ അങ്ങനെ അല്ല, അവൻ എൻ്റെ അടുത്ത് അവൻ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു സിബിൻ്റെ ഭാഗത്താണ് അവിടെ ശരി എന്ന് പറഞ്ഞപ്പോൾ സിബിൻ എന്നെ മാറ്റി നിർത്തി കൊണ്ടുപോയി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടി ജാസ്മിൻ സംസാരിക്കണ്ട, ജാസ്മിൻ എനിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പുറത്ത് അത് നെഗറ്റീവേ ആവുള്ളൂ.
എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എന്നെ അത്രയാണ്, എന്നെ അങ്ങനെയാണ്. അപ്പോൾ ഋഷി പറഞ്ഞു അല്ല, അവൻ അങ്ങനെയല്ല, അവൻ പറഞ്ഞത് അവൻ്റെ കാര്യം നോക്കാൻ അറിയാം, നീ പറയേണ്ട എന്നായിരിക്കും. അപ്പം ജാസ്മിൻ, അഭിഷേക് നീ പറ, എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പം അഭിഷേക് പറയുന്നു, അത് ജാസ്മിനെ പോലെ ഒരുത്തി എൻ്റെ കാര്യം പറയണ്ട, നിന്നെപ്പോലെ ഒരുത്തിയെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉള്ളതും കൂടെ ഇല്ലാതാകും എന്നുള്ളൊരു ലെവലാണ്. അപ്പം ജാസ്മിൻ പറയുന്നത് അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് എന്നെ അത്ര വില കുറഞ്ഞ ഒരാളായിട്ട് കണ്ടു. ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്നെ അത്രയധികം എന്നെ ഹേർട്ട് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു കാരി പറഞ്ഞു. സായി പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതും ഒക്കെ കണക്കാണ്, പക്ഷേ അതെല്ലാം ഞാൻ കളഞ്ഞു. ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു ഇല്ല, പക്ഷെ സിബിൻ എനിക്ക് പറ്റില്ല, അവനോട് എനിക്ക് പറ്റത്തില്ല. ഞാൻ അത്രയ്ക്ക് വെറുത്ത് പോയിരുന്ന ആളായിരുന്നു എന്നാണ്, ഇപ്പോഴും വെറുക്കുന്നതല്ല, ആളായിരുന്നു. അത്രയ്ക്ക് എനിക്ക് കണ്ണെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുകൂടായിരുന്നു. അവിടെ ഞാൻ വിഷമിച്ചിരിക്കുന്ന അപ്പം അഭിഷേക് പറഞ്ഞു ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് പറയാനുണ്ട്. അവൻ്റെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഗബ്രി അവിടെ വാഴത്തോട്ടത്തിൽ വിഷമിച്ചിരുന്നപ്പോൾ പിന്നീട് അവൻ അത് വെച്ച് യൂസ് ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സംഭവമേ എനിക്ക് പറയാനുള്ളൂ. നീ ഈ പറഞ്ഞ സംഭവം ഞാൻ കേട്ടിട്ട് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഋഷി, എടാ നീ അറിയാത്ത കാര്യം പറയില്ല കേട്ടോ, ഋഷി ചങ്കായിരുന്നല്ലോ, എടാ നീ അറിയാത്ത കാര്യം പറഞ്ഞു. അപ്പോൾ അഭിഷേക്, ഓ സാറേ ഇല്ലടാ ഞാൻ അങ്ങനെ. അപ്പോൾ എനിക്കിപ്പോൾ വന്ന് ഋഷിയുടെ ഒരു കീഴിലേക്ക് ഈ പറയുന്ന അഭിഷേക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചില നേരം തോന്നുന്നു അഭിഷേകിൻ്റെ കീഴിലുള്ള ഋഷിയാണെന്ന്, ചില നേരം തോന്നുന്നു ഋഷിയുടെ കീഴിൽ അഭിഷേകാണെന്ന്. എന്തായിരുന്നാലും അപ്പം അഭിഷേക് ഇങ്ങനൊരു ടോപ്പിക്ക് പറയുമ്പോഴാണ് ഋഷി, എടാ നിനക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നീ പറയില്ലേ എന്ന് പറയുന്നത്. അപ്പം അഭിഷേക് ഓക്കെ ഞാൻ സമ്മതിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ലെവലിൽ അങ്ങ് മാറുന്നു. എന്നിട്ട് ജാസ്മിൻ ചോദിക്കുകയാണ്, സിബിൻ ഇതുപോലെ അവിടെ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഇതുപോലെ പോയി എടാ നീ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണെന്നൊക്കെ പറഞ്ഞു? ഇല്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറയുന്നപ്പോൾ സിബിൻ ചെവി പൊത്തി, എനിക്ക് കേൾക്കണ്ടായേ, എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, നീ അങ്ങനത്തവൾ ഇങ്ങനത്തവൾ എന്നെല്ലാം എന്നെ പറഞ്ഞു, എനിക്കൊരു തുള്ളി വൃത്തിയില്ല, അങ്ങനത്തെ എല്ലാം പറഞ്ഞു. സിബിൻ ഇതുപോലെ വിഷമിച്ചിരുന്നപ്പോൾ നമുക്ക് തിരിച്ച് കാട്ടാമായിരുന്നു, എനിക്കത് തിരിച്ചാണ്, ഞാനത് കാണിച്ചില്ല. അത് ജാസ്മിൻ പറഞ്ഞ ശരിയാണ്. ഇപ്പോൾ ജാസ്മിൻ്റെ PR എന്നൊക്കെ പറയുമായിരിക്കും, എന്നെ പറഞ്ഞോട്ടെ. സിബിൻ വിഷമിച്ചിരുന്നപ്പോൾ പോയി ചോദിച്ചു, സിബിനെ ഞാൻ കാരണമാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നിന്നെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നീ അതൊക്കെ വിട്ടുകളാ. പറഞ്ഞു ഇല്ലടി നീ കാരണമല്ല, എനിക്ക് ഇവിടെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് പറ്റണില്ല എന്നുള്ള കാര്യമാണ് സിബിൻ അന്നേരം പറഞ്ഞത്. അപ്പം ജാസ്മിൻ പറഞ്ഞു എനിക്കും തിരിച്ചങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ അത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിബിൻ എൻ്റെ അടുത്ത് ഇത്ര മാത്രം എന്നെ ഭയങ്കരമായി എന്നെ അധിക്ഷേപിച്ച് എന്നെ ഒട്ടും വിലയില്ലാത്തവളായിട്ട്, എന്നെ ഒട്ടും വാല്യൂ ഇല്ലാത്തവളായിട്ട് ഇവിടെ കണ്ടതുകൊണ്ട് എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അന്ന് എന്നിങ്ങനെ പറയാണ്. പിന്നെ ആണ് ടാസ്ക് വരുന്നത്. മാമ്പഴക്കാലം ആയതുകൊണ്ട് ജയിക്കുന്ന ടീമിന് മാമ്പഴം തരാം. 2 പേരുള്ള 4 ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുള്ള ഒരു മത്സരമാണ്. ഒരു റൗണ്ട് പോലത്തെ ഒരു പ്രതലമുണ്ട്. നമ്മളെ ബോക്സ് ഇല്ലേ, സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ബോക്സ്, പെൻസിൽ ബോക്സ്, ഈ ബോക്സിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കളി കാണുമല്ലോ നിങ്ങൾ, ഒരു ഗെയിമുണ്ട്. ഇങ്ങനെ ഒരു മുത്ത് കുറേ വഴികളിലൂടെ ഇങ്ങനെ ബോക്സ് ഇട്ട് കുലുക്കുമ്പോൾ ആ മുത്ത് ഇങ്ങനെ കുലുങ്ങി അവസാനം വന്നിട്ട് അതിൻ്റെ എയിമിൽ വന്ന് വീഴുന്നത്, അതേ സെയിം ഗെയിമാണ്. ഒരാൾ ജഡ്ജാവുക, നോറ ജഡ്ജ്, ജിൻഡോ അർജുൻ ഒരു ടീം, ഋഷി അഭിഷേക് ഒരു ടീം, ശ്രീതു ജാസ്മിൻ ഒരു ടീം, സിജോ സായി ഒരു ടീം. സിജോയ്ക്കും സായിക്കും കൂടി ശശി എന്ന് പറഞ്ഞിട്ടൊരു കോംബോ, സാസി എന്ന് പറഞ്ഞുകൊണ്ടൊരു കോംബോ വന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ 5 മിനിറ്റാണ് ഇതിനകത്ത് സമയം കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറച്ച് ടൈം എടുക്കുന്ന ആരാണ് അവളാണ് ജയിക്കുന്നത്. നോറയുടെ കയ്യിൽ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ജിൻഡോയും അർജുനും ശ്രീതുവും ജാസ്മിനും ഇവർ 5 മിനിറ്റ് എടുത്തിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, തോക്കുന്നു. അതേസമയം സിജോയും സായിയും 4 മിനിറ്റും 23 സെക്കൻഡും എടുത്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. 2 പേര് നിന്നുകൊണ്ട് 2 കയറുണ്ട്, 2 കയർ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു കയർ ഒരാളും മറ്റൊരു കയർ ഒരാളും ഒറ്റ കൈ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഋഷിയും അഭിഷേകും 1 മിനിറ്റും സംതിങ് സെക്കൻഡുകളും കൊണ്ട് അത് വളരെ സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ജയിക്കുകയാണ്. ഋഷിയും അഭിഷേകും വിജയിക്കുന്നു. അവർ സൂപ്പറായിട്ട് അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് അവർ ജയിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഋഷി അഭിഷേകോടെ സൂപ്പറായിട്ട് പ്ലേ ചെയ്തു കേട്ടോ. കാരണം ബാക്കിയുള്ള ഈ പറയുന്ന സിജോയ്ക്കും സായിക്കും ഒന്നും പറ്റില്ല. ഋഷി അഭിഷേകും സൂപ്പറായിട്ട് ഈ പറഞ്ഞ 1 മിനിറ്റും സംതിങ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലൻസിങ് തന്നെ വേണം. 2 പേരും സൂപ്പറായിട്ട് സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ നോക്കട്ടെ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് ഈ പറഞ്ഞ പോലെ കണ്ണാടിയിൽ നോക്കി സെൽഫ് കോൺഫിഡൻസ് പറയുന്ന സാധനമായിരിക്കും. അത് വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം, വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.